നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ നമ്പാട്. വേഴമാറ്റം വരാൻ പോവുകയാണ്. 2025 മെയ് മാസം 14 മുതൽ 2026 ജൂൺ മാസം 2 വരെയാണ് വേഴൻ മിഥുനം രാശി നിൽക്കുന്നത്. ഇടയ്ക്കൊരു മാറ്റമുണ്ട്. 2025 ഒക്ടോബർ 18 മുതൽ 2025 ഡിസംബർ മാസം 5 വരെ ഈ മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് വരും. അവിടെ എത്തി നിങ്ങൾക്ക് നല്ലതാണ് ആ കാലഘട്ടം. ബാക്കിയുള്ള കാലഘട്ടം ഇച്ചിരി ദുരിതം പിടിച്ചതാണ്. കേൾക്കുമ്പോഴും നിങ്ങൾക്ക് വിഷമം തോന്നും. പക്ഷെ നിങ്ങൾ കേട്ട് നിങ്ങളുടെ ദോഷങ്ങൾ മാറാൻ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, സ്നേഹത്തോടുകൂടി ശ്രദ്ധിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ പരാജയമല്ല, നമുക്ക് വിജയം കിട്ടും. വേഴം 12ലാണ് നിൽക്കുന്നത് കർക്കിടകക്കാർക്ക്. എന്ന് വെച്ചാൽ ഉണകത്തിന്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകക്കൂറ്. അപ്പൊ അവർക്ക് 11 വേഴം മാറി 12ലേക്ക് വരെയാണ്. 12 വേഴം നിൽക്കുന്ന സമയം ഈശ്വരാനുഗ്രഹം ഇല്ല എന്നാണ്. ഇവയെ ബ്രാഹ്മണ ശാവശ ദേവാനാം അഭികോപനോ എന്നാണ്. വേഴം 12 ജാതകത്തിലോ ജീവിതത്തിലോ വരുമ്പോൾ ദേവകോപവും ബ്രാഹ്മണ ശാപവും ഒക്കെ കിട്ടും. ഈശ്വരാനുഗ്രഹം കുറയും. അപ്പൊ ദേവശാപവും ബ്രാഹ്മണ ശാപവും ഒക്കെ എന്തിട്ട് വരണം എന്ന് ചോദിച്ചാൽ, നമുക്ക് അമ്പലത്തിൽ പോകുന്ന കാര്യങ്ങൾക്ക് ഭക്തി മാർഗങ്ങൾക്കും ശ്രദ്ധ കുറയും. അത് അമ്പലത്തിൽ സ്ഥിരം പോവുകയും ജപവും തപവും ഒക്കെ നടത്തുന്ന ഒരാളാണെങ്കിൽ പൂജ പുണ്യകാര്യാദികളിലൊക്കെ ശ്രദ്ധ കുറയും. നാളെ ആവട്ടെ, മറ്റന്നാവട്ടെ, പിന്നീടാവട്ടെ, അടുത്ത ആഴ്ച ആവട്ടെ, അടുത്ത കൊല്ലാവട്ടെ, എല്ലാ ദൈവികപരമായിരിക്കുന്ന കാര്യങ്ങളും മുടക്കി കളയരുത്. നമുക്ക് പോകണം. ഭയങ്കര ഭക്തിയും വൃത്തിയും അതേപോലെ ദേവകാര്യത്തിലൊക്കെ ശ്രദ്ധയും പൂജാരിമാര്, ജ്യോത്സ്യന്മാര്, തന്ത്രിമാരെ പോലെ, തുള്ളക്കാരെ പോലെ, വെളിച്ചപ്പാടിനെ പോലെ ജീവിക്കണവരാണ് ഈ രാശി കൂറുകാർ. കൂടുതൽ അമ്പലവും ദൈവങ്ങളെയും അനുബന്ധമായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നടത്തി ജീവിക്കണവരാണ്. ദൈവജ്ഞ പ്രതിജാതീയ ചേതനൈക വ്യക്തിസ സംഭൂജിതേ ചന്ദ്രവൻ. അപ്പോൾ ദൈവജ്ഞന്മാർ ഏറ്റവും കൂടുതൽ ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും ആത്മാശ്രമം അമ്പലക്കാര്യമൊക്കെ നോക്കണവരും ദേവകാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരുമാണ് ഈ കൂറുകാർ. ഈ സമയത്ത് ദൈവാനുഗ്രഹം മറഞ്ഞു പോകും. വേഴം 12 നിൽക്കുമ്പോൾ ഇപ്പൊ ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. നമ്മളെ വീട്ടിൽ ഫാന്, മിക്സി, ഗ്രൈൻഡർ, നാട്ടില് വലിയ ഫാക്ടറികൾ, കമ്പനികളൊക്കെ കറണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതേപോലെ നമുക്ക് നല്ല കഴിവും അറിവും ബുദ്ധിയും ശക്തിയൊക്കെ ഉണ്ട്, പക്ഷെ ഭാഗ്യം കിട്ടൂല. ഈശ്വരാനുഗ്രഹം പോയി. അപ്പൊ അതുകൊണ്ട് ഈശ്വരാനുഗ്രഹം നമുക്ക് വരുത്തണം. കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി ഭഗവാനെ ഭജിക്കണം. ഏത് അമ്പലത്തിലാ, പള്ളിയിലാ, ദൈവങ്ങളെടുത്ത ഓരോരുത്തരുടെ മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ചെയ്യണം. അപ്പം നമുക്ക് ദൈവങ്ങളുടെ അനുഗ്രഹം കിട്ടും. നമ്മൾ ടവറിന്റെ മുമ്പ് ചെല്ലുമ്പോഴാണ് നമ്മുടെ ഫോണിൽ നെറ്റ്വർക്ക് കണക്റ്റ് ആവണം. അപ്പം നമുക്ക് ഫേസ്ബുക്ക്, മെസ്സേജ്, കാള്, വാട്സപ്പ് എല്ലാം ഓക്കെ ആയിട്ടിരിക്കും. ടവറിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് അതൊന്നും കിട്ടൂല. അപ്പൊ ഈ ഫോണിന്റെ കുഴപ്പമാണെന്ന് വിചാരിച്ച് അതിന്റെ സിമ്മ്, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ബാറ്ററി ഇതൊക്കെ മാറ്റിയെന്നും പറഞ്ഞുകൊണ്ട് ഫോണും നെറ്റ്വർക്കും ശരിയാവൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദൈവങ്ങളിൽ നിന്ന് അകന്നകന്ന് പോകുമ്പോഴാണ് നമുക്ക് ഭാഗ്യങ്ങൾ ക്ഷയിച്ച് വരുന്നത്. ദേവന്മാർ അടുത്തടുത്ത് വരുമ്പോഴാണ് നമുക്ക് നല്ല ഐശ്വര്യം പൂർത്തിയും കിട്ടും. അതുകൊണ്ട് ഒരിക്കലും ദേവന്മാരെ വിട്ട് പൊക്കളയരുത്. നാട് വിട്ടും വീട് വിട്ടും രാജ്യം വിട്ടും ജീവിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടിയൊക്കെ പല ആൾക്കാരും വിദേശത്തൊക്കെ പോകാറുണ്ട്. അപ്പൊ അവരെ കാര്യങ്ങൾ പോലും ചൊവ്വേ നേരെ നടക്കൂല, ബുദ്ധിമുട്ടുക. ഇനിയാണ് ദൈവങ്ങളെ കാര്യം നോക്കണത്. അപ്പൊ അതുകൊണ്ട് ആദ്യം ദൈവങ്ങളെ കാര്യം നോക്കി എന്നാൽ നിങ്ങളെ കാര്യങ്ങൾ ചൊവ്വേ നേരെ നടക്കും. നിങ്ങളെ കാര്യം നോക്കാൻ ശ്രമിക്കുമ്പോൾ ദേവന്മാരെ കാര്യങ്ങൾ ഓഫായി പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ കിട്ടാതെ വിഷമിച്ച് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദൈവാനുകൂല്യം വരുത്തണം. കാരണം ഒരു ഹോസ്പിറ്റലിൽ പോയാലും ഡോക്ടർമാർ പറയും ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, ബാക്കി ഈശ്വരന്റെ കയ്യിലെന്ന് നോക്കുക. അപ്പൊ ദൈവാനുഗ്രഹം ഉള്ള ഒരാൾ ഒരു പൂജ ചെയ്താൽ ആ പൂജയിലെ പുണ്യം കൊണ്ട് അയാൾ രക്ഷപ്പെടും. ദൈവാനുഗ്രഹം ഇല്ലാത്തവർക്ക് പൂജ ചെയ്താലും പുണ്യവും കിട്ടൂല, രക്ഷപ്പെടുകയില്ല. ഒരു കോടതിയിൽ പോയാലും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ശിക്ഷിക്കേണ്ടുന്ന കേസുകൾ ശിക്ഷിക്കുക തന്നെ വേണമെങ്കിൽ
നമ്മൾ നിരപരാധിയായിട്ടുള്ള ഒരാളുടെ പേരിലൊരു കേസുണ്ടെങ്കിൽ അങ്ങനെ ശിക്ഷിച്ചാൽ അതൊരു പരാജയമാണ്. വാലെ ഞാൻ നിരപരാധിയാണ്, ഒന്നും അറിയാത്ത പേരിലാണ് എൻ്റെ പേര് കേസുള്ളത്. രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവാനുഗ്രഹം ഉള്ള ആളാണെങ്കിൽ നിങ്ങളെ രക്ഷിക്കുകയുള്ളൂ, ശിക്ഷിക്കുകയില്ല. അങ്ങനെ എവിടെ ചെന്നാലും ഈശ്വരാനുഗ്രഹം ഉള്ളവർക്ക് വളരെ ഉന്നതിയിലെത്താൻ പറ്റും. അന്നൊക്കെ ഈശ്വരാനുകൂല്യം കുറഞ്ഞ വർഷമാണ്. 12ാം വേഴം എന്ന് പറയുന്നത് വലിയ ഒരു മുതലാളി തൊഴിലാളിയായി പോവുകയും വലിയൊരു കോടീശ്വരൻ പോലും ദരിദ്രനായിട്ട് പോവുകയും അങ്ങനെ പാവം വ്യഞ്ച പതനം നിരയം വാമ്പുകം സ്ഥാനപ്രംശഞ്ച വൈകല്യം ജ്യോതശേന വിചിന്തിയത്. പാവം എന്ന് വെച്ചാൽ ശുദ്ധന്മാരും ദുഷ്ടന്മാരെ പോലെ ആയി വാശിയും വിരോധവും വൈരാഗ്യവും ഒക്കെ തോന്നും. വ്യയഞ്ച ഇഷ്ടംപോലെ പൈസ കയ്യിൽ കിട്ടിയാലും അത് പലവരെ സഹായിച്ചും പലവർക്ക് ജാമ്യം നിന്നും റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, ഗെയിമുകൾ, പല കാര്യങ്ങളിലും പൈസ ചിലവാക്കി കയ്യിരിക്കുന്ന പൈസ എത്രയും പോകും. പിന്നെ സന്താനകാരകനായിട്ട് പിള്ളേരുടെ വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്ക് ആ പൈസയൊക്കെ ചിലവാക്കി അങ്ങനെയും കൂടെ കടം വരികയും ഉള്ള പൂർവിക സ്വത്തുക്കൾ വിറ്റാലേ കടം തീർക്കാൻ പറ്റുമെന്ന് തോന്നി കടക്കാടം വരെ ചിലപ്പോൾ പണയം വയ്ക്കും. അതെല്ലാം പിള്ളേർ പഠിച്ച് മിടുക്കരായിട്ട് വന്നാലും ചിലപ്പോൾ കടം തീർക്കാനോ വസ്തുവകൾ പിടിച്ചെടുക്കാനോ പറ്റാതെ വരും. അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ വരികയും പതനം, 2 പതനമുണ്ട്. ജോലി നഷ്ടപ്പെടുക, അധികാരം നഷ്ടപ്പെടുക, അങ്ങനെയുള്ള പതനങ്ങൾ. 2 വണ്ടിന്നൊക്കെ വീണ് കൈകാലൊക്കെ ഒടിയുക, സ്റ്റെപ്പിൽ നിന്ന് വീഴുക, അപകടങ്ങൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ. സ്ഥാനഭ്രംശം എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ നിൽക്കുന്ന ഒരാളിന് വിദേശത്ത് പോകണമെന്നോ വിദേശത്ത് നിൽക്കുന്ന ആളിന് നാട്ടിലോട്ട് വരണമെന്നോ ആ രാജ്യത്ത് നിന്നിട്ട് രക്ഷപ്പെടുന്നില്ല തോന്നി വേറെ രാജ്യത്ത് പോകണം. അങ്ങനെ നമുക്കുള്ള അധികാരങ്ങളും ജോലികളും അവസരങ്ങളും ഉപേക്ഷിച്ചിട്ട് പോകല്ല, എങ്ങനെയെങ്കിലും ചവിട്ടി പിടിച്ച് നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കണം. കാരണം സമയദോഷം ആയതുകൊണ്ട് എവിടെ ചെന്നാലും നമുക്കൊരു പ്രതീക്ഷിച്ച നേട്ടങ്ങളോ ഭാഗ്യങ്ങളോ കിട്ടണ സമയമല്ല. നമ്മളൊരു വാഴ കൃഷി തന്നെ ചെയ്യണമെങ്കിലും നല്ല മഴയത്ത് കൊണ്ടുവച്ചാൽ തഴച്ചു കൊണ്ട് വാഴ പോലെ കിട്ടും. വെയിലത്ത് കൊണ്ടുവന്ന് നമ്മൾ നട്ടാൽ ഉണങ്ങിക്കരിഞ്ഞു വെള്ളം കോരി ഊപ്പാട് വരെ ഉള്ളൂ, എന്നാലും ഒരു ഫലം നമുക്ക് കിട്ടാതെ പോകും. അതാണ് നല്ല സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ വിജയവും ദോഷ സമയത്ത് പരാജയവും. അതുകൊണ്ട് പൈസ ഇടപാടുകൾ സൂക്ഷിക്കണം. കടവും ബാങ്ക് ജപ്തി നടപടികളൊക്കെ വരും. വധോ വയ്യെന്നാണ് 12 വേഴ നിൽക്കുമ്പം വധങ്ങൾ വരെ നടക്കുമെന്നാണ്. നമ്മൾ കൊല്ലണതല്ലെങ്കിലും നമ്മൾ നിമിത്തമാണ് മറ്റുള്ളവർ ചത്തേന്ന് വരെ കേൾക്കും. പ്രത്യേകിച്ച് സന്താന ക്ലേശം കൂടുതലാണ്. പിള്ളേർക്കും നമ്മളോട് സ്നേഹം കുറയും. അവർ പറയണം നമ്മൾ കേൾക്കൂല, നമ്മൾ പറയണം അവർ കേൾക്കൂല. സന്താനങ്ങൾ കലവിച്ചു പോകാനും മരിച്ചു കളയാനൊക്കെ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് പിള്ളേർക്ക് വേണ്ടി സന്താന ഗോപാലമൂർത്തി പൂജ, ഭാഗ്യസൂക്ത ജപം, ഐക്യമത്യ സൂക്ത ജപം, അപനിവൃത്തിക്ക് വേണ്ടി മൃത്യുഞ്ജോമം, നവഗ്രഹ പൂജ, വിഷ്ണു പൂജ, സുദർശന പൂജ, ഇതൊക്കെ ചെയ്തു പോകണം. അപ്പോൾ ഈ ഗ്രഹപ്പുഴ മാറി കിട്ടും. 2025 ഒക്ടോബർ മാസം മുതൽ 2025 ഡിസംബർ 5 വരെ വേഴൻ നമുക്ക് ഇത്തിരി അനുകൂലത്തിൽ 1 വരും. ആ സമയത്ത് കിട്ടാതെ കിടക്കണ പൈസ കിട്ടാനും കാര്യം കിട്ടാനും സന്തോഷം കിട്ടാനും അസുഖങ്ങൾ മാറാനും ഒക്കെ പറ്റും. വേഴം 12 നിൽക്കുമ്പോൾ വളരെ ദോഷമാണ്. കാരണം വിത്തക്ഷയം, പ്രവാസം, രോഗം, ജനന്തി, മരണഭീതിയും വിത്തക്ഷയം തന്നെ നഷ്ടം. പ്രവാസികൾ നാടും വീടും വിട്ടു പോകണമെന്ന് തോന്നും. രോഗങ്ങൾ ചെറിയ അസുഖം വന്നാലും നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ വെന്റിലേറ്ററിൽ വരെ കിടക്കാൻ യോഗമുള്ളതാണ്. അതുകൊണ്ട് മരുന്നും വേണം, മന്ത്രവും വേണം. വലിയ സർജറിയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ച്. കാരണം ആളും പോകും, പൈസയും പോകും. അതുകൊണ്ടാണ്. കാരണം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെറിയ ഒരു വെളുക്കാൻ തേച്ചത് വേണ്ടായതുപോലെ ചെറിയ അസുഖങ്ങളുള്ളവരും വലിയ അസുഖങ്ങളായിട്ട് പിന്നെ ആശുപത്രിയിൽ തന്നെ സ്ഥിര താമസം വേണ്ടി വരുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ദോഷങ്ങൾ മാറാൻ ചികിത്സ വേണം, മരുന്ന് വേണം, മന്ത്രം വേണം. എല്ലാം ചെയ്ത് നമ്മൾ ഭഗവാനെ പഠിക്കണം. അപ്പോൾ ദോഷങ്ങൾക്കൊക്കെ ശമനം കിട്ടും. സന്താന ക്ലേശം ഉള്ളത് കൊണ്ട് സന്താനങ്ങൾ പറയുന്നത് കുറച്ചൊക്കെ കേൾക്കണം. അപ്പോൾ അങ്ങനെ ബുദ്ധിയും പുത്രരും സ്നേഹദേഹമത്വം ഗുരുത്വവും സുഖവും മന്ത്രത്വം നയവും വസയും ഗുരുവും എന്നാണ്. ബുദ്ധിയുണ്ട്. പുത്രൻ എന്ന് വെച്ചാൽ സന്താനങ്ങൾ കൊണ്ടുള്ള വിരോധങ്ങൾ, ബുദ്ധി ആലോചിക്കാതെ ചിന്തിക്കാതെ പലതും പ്രവർത്തിക്കുന്ന അവസ്ഥ. അതേപോലെ സന്താനങ്ങളുടെ വിരോധം, സ്നേഹം കുറയും, ശരീരത്തിന് ആരോഗ്യം സൗന്ദര്യമൊക്കെ കുറഞ്ഞു വരും. പെട്ടെന്ന് നമ്മൾ എന്തോ രോഗിയാണെന്ന് തോന്നും, വിഷമങ്ങൾ ഒഴിവില്ല.
ശത്രുക്കൾ ഒഴിയൂല, കടങ്ങൾ, വിശ്വാസ വഞ്ചന, ചതി ഇതൊക്കെ ഉണ്ടാകുന്ന സമയം. അതുകൊണ്ട് വിഷ്ണുവിനെ ഭജിക്കണം. നവഗ്രഹ പൂജകൾ, ഐശ്വര്യ പൂജകളൊക്കെ ചെയ്യും. ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങൾ, യോഗങ്ങൾ, ഭാഗ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ലത് തന്നെ നോക്കുക. ജാതകത്തിൽ ദശാസന്ധി, ഗ്രഹപ്പഴ, പിതൃദോഷങ്ങൾ, സർപ്പദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വിനകളും കൂടി ഈ സമയത്ത് വന്ന് തെറ്റിപ്പിടിക്കും. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നമുക്ക് ഉണ്ടായിപ്പോകും. അപ്പോൾ ജാതകത്തിൽ എന്തെങ്കിലും സമയദോഷം ഉണ്ടെങ്കിൽ അതിനും കൂടെ പരിഹാരമൊക്കെ ചെയ്ത് പരിഹരിച്ചു പോയാൽ വലിയ കുരുക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. എന്തായിരുന്നാലും നമുക്ക് ഈ പറയുന്ന ദോഷങ്ങൾ കിടക്കുന്നതിന് സ്വാമിയാണ് ഭജിച്ചാൽ നല്ലതാണ്. കാലഭൈരവ ക്ഷേത്രത്തിൽ അമാവാസി തോറും രാവിലെ ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയ ഹോമം, കാലഭൈരവ ഹോമം, തിലഹോമം എഴുതി വൈകുന്നേരം 5 മണിക്ക് ഭദ്രകാളി പൂജ, സർപ്പപൂജ, 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകത്തെ അഭിഷേകം, കലശങ്ങൾ, വിശേഷ പൂജകൾ ഒക്കെ നടത്താറുണ്ട്. ഈ പൂജയിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമതകൾ, ദുരിതങ്ങൾ മാറിക്കിട്ടും. എന്നാൽ ഈ കൊല്ലം വളരെയധികം സൂക്ഷിക്കുകയും കടങ്ങളും ബാധ്യതകളും ഉള്ള പരിപാടികളിൽ ചെന്ന് ചാടാതിരിക്കുകയും ബാങ്ക് ജപ്തിക്കൊക്കെ വരുന്ന സമയമായതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ ശ്രദ്ധയോടുകൂടി ഉള്ള കടങ്ങൾ തീർക്കാനും, എഴുതിപ്പിച്ചെങ്കിലും കടം തീർക്കുന്നത് നല്ലതാണ്. വലിയ കടങ്ങൾ ചാടി വരാതിരിക്കാനും വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ഒരു കൊല്ലം ഇച്ചിരി മോശമായതുകൊണ്ട് നമുക്ക് പരിഹാരങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. അപ്പോൾ നമുക്ക് ദോഷങ്ങൾ മാറിക്കും. നമുക്കും കുടുംബത്തിനും സന്താനത്തിനും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.